പോകുന്ന വഴിക്ക് തന്നെയാണ്. പക്ഷെ ഒത്തിരി നമ്മളെന്ത് പറയുക, ഒരു ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇതുണ്ട്, ഒരു ഊഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് ഊർന്നിറങ്ങാനുള്ള സാധനം, ഇരിക്കാനുള്ള സാധനം. ഇപ്പം നമ്മൾ വന്നേക്കുന്ന പൊട്ട വെയിലത്താണ് കേട്ടോ. ഈ പൊട്ട വെയിലെന്ന് പറയാൻ അതുകൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ദിവസം പാമ്പായിരിക്കും ഒന്നേ കണ്ടോ. ഇതാണ് നീർക്കാക്ക. ഇതൊക്കെ എൻ്റെ പൊന്നു സുഖമാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നായിരിക്കും പറയുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. അതിനൊന്നേ കണ്ടോളൂ. ഇനി എവിടെയും പൊങ്ങുമ്പോൾ ഇതൊക്കെ അവരുണ്ട് നീർക്കാക്ക. എന്നതാത്? പാമ്പല്ല, നീർക്കാക്ക. സൂപ്പർ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കിത് മീൻ വളർത്തുന്നതും ചെമ്മീൻ, ഞണ്ട് അങ്ങനെയുള്ള മത്സ്യങ്ങൾ വളർത്തുന്ന ഒരു കെട്ടാണ്. ഇതിൻ്റെ കരിയെന്നറിയപ്പെടും അല്ലേ? എഴുമിനക്കരി. ഇപ്പം അത് ചെന്നിക്കെട്ടാണ്. ഇത് കായൽ പോലെ കിടക്കുന്നേ ഉള്ളൂ. ഇത് കെട്ടാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാട്ടെ. നമ്മൾ ക്യാമറ ഓണാക്കി അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് കുടിഞ്ഞു കളയും. അതെന്ത് വൃത്തികളുടെ സാധനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെയാണ് അപ്പുറം സൈഡും കേട്ടോ. അപ്പുറം സൈഡും റോഡിനപ്പുറം ഇതുപോലെ തന്നെയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടോ. ഈ കരണ്ടൊക്കെ അടിക്കുകയില്ല. ഈ കരണ്ടിനെയൊക്കെ കൊണ്ട് ഈ വെള്ളത്തിൻ്റെയൊക്കെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷോക്ക് അടിക്കുകയില്ല നമുക്ക്. എന്നെ ഇടപാടാണെന്ന് ഞാൻ നോക്കി. എങ്ങനെ പേടിച്ചിട്ട് നമ്മൾ എങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങും കേട്ടോ. ഒരുപാട് 11 kV ആണല്ലേ ചേട്ടാ ഇത്? ആണല്ലോ ഇതിന് പറയുന്നത്. 11 kV ലൈനാണ് ഈ പോയേക്കുന്നത്. എങ്ങാനും എൻ്റെ ദൈവമേ, എനിക്ക് പേടിയാ. ആകോട്ടെ, ഇവിടെ ഒരു വെള്ളം കുടിക്കാൻ കടയില്ല. പറഞ്ഞ് വിഷമിച്ച്. നല്ല വെള്ളമാണ് കേട്ടോ. കുടിക്കാനുള്ളതല്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചുണ്ടപ്പൻ ഇങ്ങോട്ട് വരണ്ട. ചുണ്ടപ്പൻ ഇങ്ങോട്ട് വരണ്ട. അതെ 2 പട്ടിമാപ്പികൾ. നമുക്കൊരു ഊഞ്ഞാലൊക്കെ ആടിയല്ലേ. വാ അമ്മച്ചി ഉണ്ടല്ലോ. ഊഞ്ഞാലാടാൻ പോവാണേ. ഊഞ്ഞാലാടാൻ ഉച്ചപ്രാന്തായിരിക്കും. വലിയവർക്ക് നട്ടപ്രാന്തായിരിക്കും. നട്ടുച്ച വെയിലത്ത് കിടന്നുകൊണ്ടാണ് ഞാൻ ആടാൻ പോകുന്നത്. വണ്ടി നമുക്കറിയാൻ മനസ്സിലായത് തോന്നുന്നു. കൈവൊക്കെ കടഞ്ഞിട്ടും പോയി. അതുവരയ്ക്കല്ല ഈ ഉച്ചവട്ട പിടിച്ച് ഇവളൊക്കെ എവിടെ നിന്ന് വരുന്ന ബോധമില്ലാത്തത് എന്ന് ഓർത്താണ്ടാന്ന് തോന്നുന്നു നോക്കണത്. നല്ല രസമാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഈ സമയത്തല്ല ഇവിടെ വരേണ്ടത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് നട്ടുച്ചപ്രാന്ത് കയറി വന്നേക്കുന്നതാണ്. ഇതല്ല, ഒരു വൈകുന്നേരം കൊള്ളിച്ചൊക്കെ വേണം. സന്ധ്യ സമയത്ത് ഇവിടെ ഒരു ബജിക്കടയൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വൈകുന്നേരം ഒരു ബജിക്കട ഉണ്ടായല്ലേ ചേട്ടേ? ബജിക്കടയൊക്കെ ഉണ്ട്. ആ സമയമൊക്കെ വരുവാണെങ്കിൽ 2-3 ബജിയൊക്കെ മേടിച്ച് നിന്ന് ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് നല്ല സൊറയൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് ഇരുന്ന് പോകാൻ പറ്റിയ സ്ഥലമാണ്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നാൽ കുറച്ച് ഈ ഊഞ്ഞാൽ ഒരു സാധനം അത്രേ ഉള്ളൂ. പക്ഷേ ഏറ്റവും നല്ല പ്രണയ ജോഡികൾക്ക് പറ്റിയ ഒരു ഏരിയയാണ്. എൻ്റെ മനെ മീമിയാട്ടോ. അവിടെ മീമിയാണേ. മംഗള മീമിയാണേ. കൊക്കുണ്ട് കേട്ടോ. അവിടെ പറഞ്ഞത് കൊക്കുണ്ടെന്ന് പറയാം. എല്ലാവരോടും പറഞ്ഞു കൊക്കുണ്ടെന്ന്. ആ കൊക്കുണ്ട്. പല പാട്ട് പറിക്കേപ്പിച്ച്. അതവിടെ കിടക്കട്ടെ. നീ പാട്ട് പറിക്കേപ്പിച്ച്. ഇതെല്ലാവരും പാട്ട് പാടാൻ പോയി. പല പാട്ട് പറിക്കും. കുഴപ്പമില്ല. എന്തോ എവിടെയാണല്ലേ താമസിക്കണത്? ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മല്ലൂര് കുറച്ചങ്ങോട്ട് പോയാൽ മതി. വീഡിയോ ഒക്കെ കാണാറുണ്ട്. കുഴപ്പമില്ല. 2 വയസ്സ് കഴിഞ്ഞു. എവിടെ വീടപ്പം? തമ്മനാട് എവിടെയെങ്കിലും താമസിച്ചു പറഞ്ഞാൽ സന്തോഷം. ഞാൻ അവിടെ ഇരുന്നപ്പോ സൗണ്ട് കേട്ട് ചേച്ചിയുടെ സൗണ്ട് എന്റെ പേരെന്താണ്? എന്റെ പേര് ജ്യോതിക. പഠിക്കുകയാണ്? പഠിക്കണേ. ഞാൻ സ്കൂളിൽ പോയി. ഹസ്ബൻഡല്ലേ? അവിടെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു ചേച്ചിയല്ലേ നമ്മ. ഞാൻ യൂട്യൂബിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇല്ല ചേട്ടൻ ഇത് കൂടെ എന്താ വീണേന്റെ ആണല്ലേ? ഇന്ന് ഞാൻ മഴ ഷൂട്ടിന് പോയേക്കുമായിരുന്നു. ഷൂട്ട് സമയത്ത് അവിടെ അപ്പനും മകനും കളിച്ചതാ. സന്തോഷം കണ്ടെങ്കിൽ. ശരി.
അങ്ങനെ ചെയ്യരുത്. ചിരിക്കാനുള്ളത് മുഴുവൻ വന്നു കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് ഇനി. അതെനിക്ക് ആദ്യം ഒന്നും അങ്ങനെ എന്നെ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇത് എന്റെ വിചാരം ആദ്യം ചെല്ലുമ്പോ തന്നെ ഇതേ ഉള്ളു, ഇനി വരുന്നില്ലെന്നുള്ള ചിന്താഗതിയല്ലേ. അപ്പൊ ഇനി എന്നെ വിളിക്കൂലായിരിക്കും. അപ്പൊ വരുന്ന അവസരം ഞങ്ങൾ എന്നിട്ട് ഇവിടെ ചർച്ച ചെയ്യും ഞങ്ങളോട്. അതെന്താണ് പറയാനുള്ള കൗണ്ടറൊക്കെ ആദ്യമേ പറഞ്ഞിട്ട് അങ്ങനൊന്നും പറയരുത്. അത്യാവശ്യം കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കൗണ്ടർ ഉള്ളതുകൊണ്ടോ ഇതിൽ കയറ്റി വെക്കണം. സാധനങ്ങളൊക്കെ പുള്ളി ആദ്യമേ വന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ചിരിക്കണ്ടേ? ഞങ്ങൾ ചിരിക്കണ മുഴുവൻ ഈ വന്ന് നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ കേട്ട് ഞങ്ങൾ ചിരിക്ക് തീർക്കും. അടുത്ത് കിടന്നിട്ട് ഒന്ന് കാണാൻ പറ്റിയല്ലോ. അയ്യോ അപ്പൊ ഞാൻ ഫസ്റ്റ് ടിവിയിൽ വന്നപ്പോഴേ ഞാൻ അക്ഷിതനെ വിളിച്ച്. അക്ഷിത ചന്ദ്രദുളൊരു കൊച്ചാണത്, നമ്മുടെ വീട്ടിൽ വന്ന് വെച്ചാണ്. അത് ആ തെങ്ങൊക്കെ കയറുന്ന എന്നോട് അന്ന് പറഞ്ഞു ചേച്ചി, അത് തെങ്ങൊക്കെ കയറാൻ പോകുന്നു ആ കൊച്ചാണാന്ന് ചോദിച്ചപ്പോ അത് തന്നെ ചേച്ചി ആ സാധനം തന്നെയാണ്. ഞാനിവിടെ കേൾക്കും ഓർത്ത് എവിടെയോ കണ്ടിട്ടുണ്ട്. അയ്യോ വിഷയം കണ്ടില്ലേ? അതെ നമ്മുടെ ചേച്ചിമാരുടെ ബജിക്കടയാണ് കേട്ടോ. 3 പേര് കൂടി ഇപ്പൊ നമ്മുടെ നീണ്ട കര ഇങ്ങനെ പാലം ഇറങ്ങി വരുന്ന സമയത്താണ് ഈ ബജിക്കട ഇരിക്കുന്നത്. 3 സ്റ്റാറിനാണ് ബജിക്കടയുടെ പേര്. നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റും, ഭയങ്കര സ്മെല്ലാണ്. നിൽക്കാൻ പറ്റില്ല. ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും 2 വെച്ച് ഓർഡർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ കടയിൽ എല്ലാവരും വേണം. നല്ല ടേസ്റ്റുള്ള കടികളാണ്. ആരും എങ്ങും പോയി വിഷമിക്കരുത്. കടികള് പിന്നെ സവാള വട ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, ബ്രെഡ് മസാല ഉണ്ട്, പരിപ്പുവട ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഉഴുന്നുവട ഉണ്ട്, കിഴങ്ങ് കൊണ്ടയുണ്ട്, മുട്ടയുണ്ട്, മുളകുണ്ട്, അങ്ങനെ എല്ലാ കടികളും ഉണ്ട്. ഇതിന്റെ എല്ലാം കൂടെ ബീഫിന്റെ ചാറ് കൊടുക്കും, ചാറ് കൊടുക്കും കേട്ടോ. അത് വേറെ എങ്ങനെയാണ് അത് ഫ്രീ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ അത് ഞാൻ അങ്ങ് കണ്ടിട്ടില്ല കേട്ടോ. ചമ്മന്തി കഴിക്കാൻ വേണ്ടി കൊച്ചു വന്നെങ്കിൽ ചോദിക്കുന്നതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. അത് ഞാൻ എങ്ങനെ കണ്ടിട്ടില്ല. ഇറച്ചിച്ചാറ് കൊടുക്കാൻ ആദ്യമല്ല കാണാം. അത് ഇവിടെ ആയിരിക്കട്ടോ ഉള്ളത്. അത് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇന്ന് ഇറച്ചി കിട്ടാത്ത ഇന്നില്ലെന്ന് അപ്പൊ ഈ കടയിൽ എല്ലാരും വന്നൊന്ന് കേറി നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല രുചിയാണ്. ഞാൻ കഴിച്ചിട്ടാണ് പറയുന്നത്. സൂപ്പറാണ്, രുചിയുള്ള കടികളാണ്. ഇറച്ചിച്ചാറ് കൂട്ടി തിന്നണം കേട്ടോ. പക്ഷെ ഞാൻ അതേ ഇറച്ചി ഇന്നാണ് കിട്ടാ, എല്ലാ ദിവസവും ഉണ്ട്. ഇന്നിപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഉള്ളപ്പോ വരിക, അതും കൂട്ടി കഴിക്കുക. തീർച്ചയായിട്ടും വരും. ഇനി എന്താണ് എന്റെ മക്കളായിട്ടേ പറയുന്നത്. ആ ഒരു ദിവസം മക്കളായിട്ട് വാ. ചന്ദ്രൻ സ്കൂളിലല്ലേ പഠിക്കുന്ന രണ്ടുപേരും. അപ്പൊ ഞായറാഴ്ച ശനിയാഴ്ച എല്ലാം വിളിച്ച് പറയാം. നിങ്ങൾ ഇരിക്കുന്ന കാണുമ്പോ തന്നെ അറിയാം. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഞാനിവിടെ അടുത്ത വരൊക്കെ ആണല്ലോ എവിടെ നാളൊക്കെ വന്നു കേട്ടോ. ഒരു കുഴപ്പമില്ല, ഇഷ്ടംപോലെ കടിയുണ്ട് അല്ലേ. ദൂരം നിന്നൊക്കെ വരും, കഴിക്കാനായിട്ട് വരും. ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പോണവര് പിന്നീടും വരും. ടേസ്റ്റാണ്, ടേസ്റ്റാണ്. അതെനിക്ക് മനസ്സിലായി. ഇവിടെ നിൽക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യും. ഈ റോഡിലൂടെ പോയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ടേ പോകുള്ളൂ. ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാണ് കച്ചവടം. വെയില് ഇവിടെ ഒരു പാർക്ക് ഉണ്ടല്ലോ, ഉച്ച കഴിഞ്ഞ എല്ലാരും വരുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കച്ചവടം കൂടുതൽ. എന്താ നല്ല കാര്യം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരാൻ പറ്റും, നിങ്ങളെ കാണാൻ പറ്റും. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളും ടിവിയിലല്ലേ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇത്ര അടുത്തായിട്ട് ഞങ്ങള് കണ്ടിട്ടില്ല. ഞാനിവിടെ ഒന്ന് ഞങ്ങളുടെ ആൾക്കാരാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ അടുത്ത അവിടെയാണ് അവിടെ ഞാൻ പോകുന്നു. അവിടെ നിന്ന് പോകുന്ന വെള്ളമൊക്കെ കയറും അല്ലേ? വെള്ളം കയറും, ഭയങ്കര ചെളിയല്ല, പക്ഷെ വീണ്. അപ്പൊ ഇനി വൈദ്യം പറഞ്ഞു ഒന്നുകൂടെ വീഴരുത്, ഇനി ശ്രദ്ധിക്കണം, ഇനി വീഴ്ചയൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല, വെള്ളവും ചെളിയല്ലേ, വീഴരുതെന്ന് പറയാൻ പറ്റത്തില്ല, ഉറപ്പില്ല. മാറണം. നല്ല കാര്യം, നല്ല നിലയിലൊക്കെ എത്തട്ടെ.
എല്ലാരും പ്രാർത്ഥന സപ്പോർട്ട് മതിയല്ലോ. ആ ആ അയ്യോ കൊക്കിന്റെ മീൻ അമ്മയുടെ മോള് തന്നെ അമ്മക്ക് പറ്റിയ മോള് തന്നെ. അപ്പൊ ഞങ്ങൾ പോട്ടാ. ശരി എന്നാ കണ്ടതിന് സന്തോഷം. ആ കടിയുന്നുണ്ട്. എന്താ വേണ്ടത്? എന്നാ കടി വേണം മോക്ക്? സുണ്ടപ്പ എന്നാ വേണ്ട? വിഷമിച്ചിങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ. കുറച്ച് കൊയ്യറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് പോയതാണ്. ആ സമയത്താണ് നമ്മളപ്പോൾ അവിടെ പോയത്. പോയിട്ട് ഇപ്പോൾ നമ്മൾ വന്ന് വീട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പം ചേട്ടാക്ക് വിശന്നിട്ട് വയ്യ, അണ്ടാക്കി പൊളിക്കുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളം. അപ്പം ചോറെടുക്കാനുള്ള പരിപാടിയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് സ്പെഷ്യലായിട്ട് അധികം ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ഇന്ന് രാവിലെ പോയി വെച്ചിട്ട് വെളുപ്പിനെ പോയിട്ട് നമ്മളെ മാർക്കറ്റിൽ, ചന്ദ്ര മാർക്കറ്റിൽ പോയിട്ട് അതുകൊണ്ട് ചോറെടുക്കാം. മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് ചോറാണ് കേട്ടോ. ചോറെടുത്ത് കഴിഞ്ഞ് ഇതേ നിങ്ങൾ വിചാരിക്കും ഇതേ സുതിമോക്കൊക്കെ എന്നും ബീഫ് ഒക്കെയാണെന്ന്. ഇതൊരിക്കലും ബീഫല്ല. അത് ബീഫ് വെക്കും പോലെ ഞാൻ വെച്ചതാണ്. സോയാബീനാണ് കേട്ടോ. ഇതേ മീൻ മേടിച്ചതിൽ കുറച്ച് മീൻ എടുത്ത് ഞാൻ വറുത്ത്. അത് വേറെ ഒന്നുമല്ല, സുണ്ടപ്പന് മീൻ വേണം. ചേട്ടായിക്കൂടെ വറുത്ത് അവളുമാർ ഇത്ര മീനുണ്ട്. അതിപ്പോൾ അവളുമാർക്കൂടെ ഒക്കെ ആയിട്ട് വറുത്തതാണ്. ഇത് കഷ്ണമീനാണ് കേട്ടോ. കഷ്ണമീൻ മേടിച്ച് ഇത് കറി ഇതാണ് കേട്ടോ. കറി ഇതാണ്. കോട്ടയം സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ മീൻകറി വെക്കുന്നത്. എനിക്ക് അങ്ങനെ വെക്കാനേ അറിഞ്ഞുള്ളൂ. എനിക്കല്ലാതെ ഈ ഇവിടെയൊക്കെ കുഞ്ഞുള്ളി ഇട്ടിട്ട് മീൻ കറി വെക്കും. അതെനിക്ക് വശമില്ല. എനിക്കിങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഞാൻ മീൻകറി വെക്കുന്ന മോഡലാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതെടുക്കും. അതിനുശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് കടുകിടും. കടുകിട്ട് അതും പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഈ വെളുത്തുള്ളി ഒരു മെറൂൺ കളറാകുന്ന സമയമാകുമ്പോഴത്തേക്കും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഇട്ടേച്ച് നന്നായിട്ടിട്ട് മൂപ്പിക്കണം. ശരിക്കും ഇങ്ങനെ കുത്തുന്ന മണം വരണം ഇതിൻ്റെ. അത് നന്നായിട്ട് ഇതായി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും പുളിയും ഇട്ട് കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ ഇടുക. മീനിട്ട് ശരിക്കും പറ്റിക്കണം. ചിലരൊക്കെ കാണും ഒത്തിരി വെള്ളത്തിൽ ഇട്ട് വേവിക്കുക. അധികം വെള്ളത്തിൽ ഇട്ട് വേവിക്കാതെ ഈ മീനിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് പറ്റിച്ചെടുക്കണം. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഇപ്പം നമ്മൾ കുഴമ്പ് വരുമ്പത്തിരിക്കും കേട്ടോ മീൻകറി. ഇതുണ്ട് കുഴമ്പ് പരുവത്തിലാണ്. വേളവെള്ളം പോലെ ഒന്നും അല്ലായിരിക്കും. നല്ല കുഴമ്പ് പരുവത്തിലാണ് ഞാൻ വെച്ചതുകൊണ്ട് അഹങ്കാരം കൊണ്ടും പറയില്ല, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ കഥകളും യാത്രയുടെ കഥകളും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.